ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇല്ല. ആർക്കും ഈ ചാനൽ ഓർമ്മ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഓർമ്മയുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ഒരു ചാനൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഗെയിമിൻ്റെ മോഡ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് ചാനൽ ഡിസേബിളായി. കുറച്ച് കാലത്തേക്ക് സ്ട്രൈക്കൊക്കെ കിട്ടി, ചാനൽ അടിച്ചു പോയി. ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി കുറച്ച് കാലത്തേക്ക് ഗെയിമിംഗ് വീഡിയോസൊന്നും ഉണ്ടാവില്ല. അതുവരെ നമ്മൾ മണി മേക്കിംഗ് വീഡിയോസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ₹1 പോലും ഇടാണ്ട് എങ്ങനെ മണി ഏൺ ചെയ്യാന്നുള്ളൊരു വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പുമായിട്ടാണ്. കുറച്ച് ക്ഷമയുള്ളവർക്ക് മാത്രം പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റ് ഉള്ളവർ തുടർന്ന് കാണുക, അല്ലാതെ ഒരു ഗെയിമിംഗ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ എനിക്ക് റിപ്ലൈ തരാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഡയറക്റ്റായിട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഒരു ക്രിപ്റ്റോ എയർ ഡ്രോപ്പിനെ പറ്റിയിട്ടാണ്. ഒരു എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക്, പുതിയ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയാത്തവർക്ക് ബിറ്റ്കോയിൻ, ഇതേറിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, അധികം പറഞ്ഞ വീഡിയോ ലെങ്തായി പോകും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലത്തെ ബിറ്റ്കോയിനൊക്കെ പോലെ അത്ര വലുതല്ല എങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്ത് മൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറൻസീനെ, അപ്കമിങ് കറൻസിയാണ്. പുതിയതായിട്ട് റിലീസാകാൻ പോകുന്നതാണ്. വരുന്ന മാസങ്ങളിൽ തന്നെ റിലീസാകും. നമ്മളെ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് മൈൻ ചെയ്ത് നമ്മളുടെ കയ്യിൽ വാലറ്റിൽ ബാലൻസ് ആക്കി വെക്കാൻ പറ്റും. പിന്നീട് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ സെല്ല് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിന് 2 ആപ്ലിക്കേഷൻസ് വേണ്ടതിൻ്റെ എല്ലാ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടെലഗ്രാമിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ലിങ്ക് ടെലഗ്രാമിലുണ്ടാവും, നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്. കോപ്പി ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചാനലിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട മെറ്റാമാസ്ക് എന്ന് പറയുന്ന ആപ്പ് ഓൾറെഡി അറിയുന്നവരോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് മെറ്റാമാസ്ക് എന്ന് പറയുന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ്സും കാര്യങ്ങളൊന്നും മറന്നു പോരുത്, എല്ലാം എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാത്തത്. ഇനി ആർക്കും എറർ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഡെഡിക്കേറ്റഡ് വീഡിയോ അതിനായിട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. കിവി ബ്രൗസർ, മെറ്റാമാസ്ക്, മാസീവ്, ഈ 3 ആപ്സാണ് നമ്മൾ വേണ്ടത്. നമുക്ക് പരിപാടി കഴിഞ്ഞാൽ കിവി ബ്രൗസറൊക്കെ എടുത്ത് കളയാം. ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കിവി ബ്രൗസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു PC നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. ആൻഡ്രോയിഡിൽ തന്നെ മൊത്തമായിട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് കിവി ബ്രൗസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തന്നെ നിങ്ങൾ കിവി ബ്രൗസർ ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് കാര്യങ്ങളൊക്കെ തന്നെ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് കിവി ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നമ്മൾ മാസീവ് ഈ ഒരു ടോക്കണാണ് ഇവിടെ നമ്മളൊന്ന് മൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ മെറ്റാമാസ്ക് ക്രോം എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ഒരു സൈറ്റ് ഗൂഗിൾ ക്രോമിൻ്റെ ഒരു സൈറ്റ് കിട്ടുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിതിന് മുമ്പ് തന്നെ മെറ്റാമാസ്കിൻ്റെ ഒരു അക്കൗണ്ട് എടുത്ത് വെച്ചിരിക്കണം. മെറ്റാമാസ്ക് എന്താണെന്ന് അറിയാത്തവർക്ക് ഒരു ക്രിപ്റ്റോ വാലറ്റാണ്. അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയേണ്ടവർക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അദ്ദേഹം പറഞ്ഞാൽ വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ മെറ്റാമാസ്കിന് ഒരു അക്കൗണ്ട് ക്രിയേഷൻ ചെയ്യണം. ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. പാസ്വേഡ് കാര്യങ്ങളൊക്കെ തന്നെ എഴുതി വെക്കുക, ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 12 ലെറ്റേഴ്സ് നമുക്ക് കിട്ടും. ആ 12 ലെറ്റേഴ്സ് ഒരു നോട്ട്ബുക്ക് എടുത്ത് ഓർഡറിൽ കറക്റ്റായി എഴുതി വെക്കുക. എന്നിട്ട് അടുത്ത പേജിൽ ആ 12 ലെറ്റേഴ്സും അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എപ്പോൾ വേണമെങ്കിൽ ആക്സസ് റിക്കവർ ചെയ്യാൻ, നമ്മുടെ വാലറ്റിൻ്റെ ആക്സസ് റിക്കവർ ചെയ്യാൻ ആ 12 വേർഡ്സ് നിർബന്ധമായിട്ടും വേണം. പാസ്വേഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതും. അപ്പോൾ അത് മറക്കരുത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിനായിട്ടൊരു വീഡിയോ ഇട്ടാൽ ലെങ്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് അതിനായിട്ടൊരു വീഡിയോ വേണം നിർബന്ധമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്തതിന് ശേഷം അക്കൗണ്ട് എടുത്തതിന് ശേഷം വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ ആഡ് ടു ക്രോം എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ പറ്റും. ആഡ് ടു ക്രോം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ആഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മെറ്റാമാസ്ക് എക്സ്റ്റൻഷൻ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഐ അഗ്രി എന്ന് കൊടുക്കാം. അതിനുശേഷം ക്രിയേറ്റ് എ ന്യൂ വാലറ്റിന് പകരം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ആൻ എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് താഴേക്ക് വരെ ഐ അഗ്രി കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 12 വേർഡ്സ് അടിക്കാനുള്ള സ്ഥലം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ സെക്യൂർ ആക്കി നമുക്ക് കിട്ടിയ 12. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ 12 വേർഡ്സ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല, കാരണം സ്ക്രീൻ റെക്കോർഡിംഗ് ഇവിടെ വർക്കാവില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺഫേം സീക്രട്ട് റിക്കവറി ഫ്രേസ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നൊരു സംഭവം കാണാൻ പറ്റും. ഒരു ടിക്ക് ബോക്സ് ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇമ്പോർട്ട് മൈ വാലറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും വാലറ്റ് ക്രിയേഷൻ സക്സസ്ഫുൾ. അതിനുശേഷം ഇവിടെ ഗോട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് അടിച്ച് പോവുക. ഡൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനിവിടെ എന്ത് ചെയ്യാം,
ഇവിടെ ഏറ്റവും താഴെ കാണാൻ പറ്റും മെറ്റാമാസ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ തന്ന ലിങ്കിലേക്ക് പോവുക. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടെന്ന് പറഞ്ഞ ലിങ്ക് നിങ്ങൾ കീ ബ്രൗസറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, കീ ബ്രൗസറിൽ പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് കണക്റ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ പോപ്പപ്പ് ആയിട്ടുണ്ട്. അവിടെ നെക്സ്റ്റ് ബട്ടൺ കാണാൻ പറ്റും. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണക്റ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ ഇപ്പോൾ വർക്കായില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് റിഫ്രഷ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും എറേഴ്സൊക്കെ വരികയാണെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ വർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും മടിയൊന്നും വിചാരിക്കേണ്ട ഇത്രയും ചെയ്യാൻ. ഇത് കുറച്ച് പണിയുണ്ട് ചെയ്യാൻ. ഇത്രയും ചെയ്യുന്നതിന് വേർത്താണ് നിങ്ങളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളത് മാത്രം ട്രൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം സൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ വാലറ്റ് കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് വന്നത് കാണാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ട്വിറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് കണക്ട് എക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ട്വിറ്ററിലേക്ക് പോകും. ട്വിറ്ററിൻ്റെ വെബ്സൈറ്റിൽ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇനി ആപ്പാണ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ജസ്റ്റ് സൈൻ ഇൻ ചെയ്യണം. ട്വിറ്ററിൻ്റെ വെബ്സൈറ്റ് തന്നെയാണ്. ഒരു രീതിക്കും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ ആക്സസ് ഗ്രാൻഡ് ചെയ്യണം. അതിനാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളിവിടെ ലോഗിൻ ചെയ്യാം. ഞാൻ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ എൻ്റെ എക്സ് അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നും കൂടി ബാക്ക് വരിക. ഈ ഒരു സൈറ്റിലേക്ക് തന്നെ വരിക. എന്നിട്ട് ഒന്നുകൂടി കണക്ട് എക്സ് കൊടുക്കുക. ഇനിയിപ്പോൾ അഥവാ വർക്ക് ആവുന്നില്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് കണക്ട് എക്സ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റെ അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ വന്നിട്ടുണ്ടാവും. ഇനി വന്നിട്ടില്ലേ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് ട്രൈ ചെയ്താൽ വരുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഓതറൈസ് ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓതറൈസ് ആവുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫെയിൽ ടു കണക്റ്റ് ആണ് വന്നിരിക്കുന്നത്. എങ്കിൽ കൂടി നമ്മുടെ അക്കൗണ്ട് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട് കാണാം. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വരെ ഫോളോ ചെയ്യണം. അതിനായിട്ട് ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അവരുടെ പേജിലേക്ക് പോകും. ജസ്റ്റ് ഒന്ന് ഫോളോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബാക്ക് വരിക. ഓക്കെ, അവിടെ ഫോളോ ബട്ടണും ആയിട്ടുണ്ട്. അതിനുശേഷം ഡിസ്കോഡിലേക്ക് ജോയിൻ ചെയ്യണം. അവരുടെ ഡിസ്കോഡ് സെർവറിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ജോയിൻ ഡിസ്കോഡ് അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡിസ്കോഡ് അക്കൗണ്ടും ഇവിടെ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആക്സെപ്റ്റ് ഇൻവൈറ്റ് അടിച്ച് നോക്കാം. അപ്പോൾ ഡിസ്കോഡിൻ്റെ ആപ്പിലേക്ക് പോകുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഡിസ്കോഡിൻ്റെ ആപ്പിലേക്ക് പോയിട്ടുണ്ട്. ഞാനിവിടെ ആക്സെപ്റ്റ് കൊടുത്തു. നിങ്ങൾ ഡിസ്കോഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ നിങ്ങളിലേക്കും പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അഥവാ പോകുന്നില്ലെങ്കിൽ ബ്രൗസറിൽ തന്നെ ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ അവിടെ ഓൾറെഡി ജോയിൻഡ് ആണ്. ഓക്കെ, നമുക്ക് ഒന്ന് ജസ്റ്റ് ബാക്ക് പോയി നോക്കാം ആയോ എന്നുള്ളത്. ആയിട്ടുണ്ട്, കണ്ടോ, ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തുകൊണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ജോയിൻ നൗ എന്ന് പറയുന്ന ബട്ടൺ അപ്പോൾ എനേബിൾ ആവുന്നതാണ്. ജോയിൻ നൗ അടിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ കോഡ് എൻ്റർ ചെയ്യുക. ആക്സസ് കോഡ് വേണം കയറണമെങ്കിൽ. ഇൻവൈറ്റ് കോഡ് വേണം. അപ്പോൾ ഇൻവൈറ്റ് കോഡ് QDSSYX ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങളവിടെ നോക്കി ടൈപ്പ് ചെയ്താലും മതി. ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും ആക്സസ് കോഡ്. അപ്പോൾ ഇത് മറക്കാതെ തന്നെ ടൈപ്പ് ചെയ്യുമെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മൈനിങ് സ്റ്റാർട്ട് ആവുക. ഓക്കെ, QDSSYX ഇത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. ബിഗ് ലെറ്ററിലാണ്. അതിനുശേഷം ജോയിൻ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാം ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. നമുക്കിവിടെ 0 പോയിൻ്റ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഡെസ്ക്ടോപ്പ് മോഡ് ഒന്ന് മാറ്റി തരാം. ഓക്കെ, ഡെസ്ക്ടോപ്പ് മോഡ് മാറുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒന്നുകൂടി ഇവിടെ കണക്ട് ചെയ്യേണ്ടി വരും. ജസ്റ്റ് പഴയ പോലെ തന്നെ ഒന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി. മെറ്റാമാസ്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ഇൻ മെറ്റാമാസ്ക് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴത്തേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് മെറ്റാമാസ്ക് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പൺ ആവും. ഇവിടെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സൈൻ ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളൊന്നുകൂടി ബാക്ക് തന്നെ പോയി നോക്കാം. ഓക്കെ, ബാക്ക് പോകുമ്പോൾ നമുക്കിവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഇതിൻ്റെ ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ മൈൻ ചെയ്യണമല്ലോ, അതിന് ആപ്പ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് മാസീവ് റിലീസ് APK എന്ന് പറയുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനാണ് കിട്ടുക, മാസീവിൻ്റെ. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാൻ പറയും. എനിക്ക് ഇവിടെ ഒരു കറണ്ട് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എനിക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ വരുന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൂടെ കൊടുക്കണം. അത് ഏതാണ് വാലറ്റ് അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ, നിങ്ങളെന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ മെറ്റാമാസ്ക് അഡ്രസ്സ് കിട്ടാനായിട്ട് മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഓക്കെ, മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ, ഒരു കോപ്പി ചെയ്യാനുള്ള ബട്ടൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് കോപ്പി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ഈ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് കൺഫേം അടിക്കുക. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കൺഫേം അടിക്കുക. കൺഫേം അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര പോയിൻ്റ് ഉണ്ടെന്ന് കാണാൻ പറ്റും. സ്റ്റാർട്ട് മൈനിങ് ക്ലിക്ക് ചെയ്താൽ മൈനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഒരവറിൽ ചിലപ്പോൾ ഒരു പോയിൻ്റൊക്കെ ആയിരിക്കും കിട്ടുക. വളരെ മെല്ലെയാണ് മൈൻ ആവുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര കോയിൻ മാക്സിമം എടുത്തു വെക്കാൻ പറ്റുമോ അത്രയും കോയിൻ നിങ്ങൾ മൈൻ ചെയ്ത് വെക്കുക. ഇനി വരുന്ന ഈ ഓല നെറ്റ്വർക്കിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ചാനലിൽ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളിത് മാർക്കറ്റിൽ ലിസ്റ്റ് ആകുമ്പോൾ ഈ ചാനലിൽ ഫോളോ ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യുക, സബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടാലും മതി. എല്ലാ അപ്ഡേറ്റ്സും അവിടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റും, പൈസയ്ക്ക് സെല്ല് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ 1 രൂപ പോലും ഇപ്പോൾ ചിലവില്ല. ഇത് മൈൻ ചെയ്ത് എത്ര പോയിൻ്റ് ആക്കി വെക്കാൻ പറ്റും അത്രയും പോയിൻ്റ് ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ അപ്ഡേറ്റ്സും സെല്ല് ചെയ്യാൻ വരുന്ന ടൈമൊക്കെ ഞാൻ ചാനലിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക, എല്ലാത്തിലും ഫോളോ അപ്പ് ചെയ്യുക കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ജസ്റ്റ് മടി വിചാരിക്കരുത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങളുടെ കാര്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു ഇത് എന്നുണ്ടെന്ന് പറയുകയാണ്. നിങ്ങൾ മാക്സിമം ഇത് ചെയ്തു വെക്കുക. ഓരോ മണിക്കൂറിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോകാണ്ടിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ഇത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലോസ് ആയി പോകാതിരിക്കാൻ. ഒരു ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മൈനിങ് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഫുൾ ടൈം റണ്ണിങ്ങിൽ നിങ്ങൾ ഈ ആപ്പ് വെക്കണം. ഓരോ മണിക്കൂറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കെങ്കിലും ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ കുറേ നേരമായിട്ട് ഈ ഒരു ആപ്പിനൊരു അനക്കവും ഇല്ല, മൈനിങ് ഒന്നും സ്റ്റാർട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആപ്പ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് മൈനിങ് എന്നുള്ള ബട്ടൺ കൂടി കാണാൻ പറ്റുമോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മൈൻ ആവുന്നത് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഇത് ചെയ്ത് വെക്കുക. ഓരോ മണിക്കൂറും കയറുക. 2-3 ദിവസം കഴിയുമ്പോൾ മടി കാരണം നിർത്തരുത്. ഇത് കുറച്ച് മാസങ്ങൾ, ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞാലേക്കും സ്റ്റാർട്ടാവും. നമുക്ക് അവരുടെ സൈറ്റിൽ പോയാൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. മാർച്ചിൽ ഇവരുടെ ഇൻവൈറ്റും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ടായി. ഏപ്രിൽ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി. ഏപ്രിൽ 1 തീയതിയാണ് ഇവരുടെ മൈനിങ് സ്റ്റാർട്ടായത്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ അപ്കമ്മിങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സ് ഇവരുടെ സൈറ്റിലും അതുപോലെ തന്നെ നമ്മുടെ അതായത് ട്വിറ്ററിലും വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ചാനലിലും നമ്മളുടെ ടെലഗ്രാമിലും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ട്വിറ്റർ ഫോളോ ചെയ്താൽ മതി. ഇവരുടെ എപ്പോഴാണ് ലിസ്റ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ വലിയ പാർട്ട്ണർഷിപ്പ് പോലെയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കോയിൻ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര വർക്ക് ചെയ്യുന്നു അത്രയും നന്നായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം. വലിയൊരു പൈസ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അറൗണ്ട് $800 $900 തന്നെ നിങ്ങൾ ഫുൾ ടൈം ഇത് മൈൻ ചെയ്യുകയാണെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇപ്പോൾ എത്ര രൂപയ്ക്കാണ് ഇത് ലിസ്റ്റ് ആവുക, എത്ര ഡോളറിനാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് ഫ്യൂച്ചറിൽ അറിയാൻ പറ്റുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ക്യാഷിൻ്റെ ഓപ്ഷനാണ്. വെറുതെ കളയാതിരിക്കുക. ജസ്റ്റ് ഓൺ ആക്കി വെച്ചാൽ മാത്രം മതി, ഒരു വർക്കും ഇല്ല. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തൊക്കെ നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. അതും നമ്മൾ ഫ്യൂച്ചറിൽ കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഫോണുകൾ വീട്ടിലുണ്ടോ അത്രയും ഫോണിലേക്ക് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എത്ര ഫോണിൽ നിന്നും നിങ്ങൾ സെയിം അഡ്രസ്സ് കൊടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു അഡ്രസ്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത ഈ അഡ്രസ്സ് എല്ലാ ഫോണിലും സെയിം അഡ്രസ്സ് കൊടുത്താൽ എല്ലാ ഫോണിൽ നിന്ന് മൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ആ അഡ്രസ്സിലേക്ക് തന്നെ സ്റ്റോർ ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. മാക്സിമം മൈൻ ചെയ്ത് വെക്കാൻ നോക്കുക. ഓക്കെ, ഇത്രയുള്ള വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.